വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് റേഡിയോ നേതൽ 107.8 തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോമിത്ര എപ്പിസോഡ് 21, കുടുംബവും സമൂഹവും തമ്മിലുള്ള ബന്ധം. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയാണ്. ഈ പരിപാടി സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ വിലമതിക്കാനാവാത്ത ഒരു കൂട്ടം വ്യക്തികൾക്കാണ്. ആരാണവർ? നമ്മുടെ വയോധികർ തന്നെ. അവരുടെ അനുഭവ സമ്പത്തിൻ്റെയും വിവേകത്തിൻ്റെയും അടിത്തറയിലാണ് നമ്മുടെ സമൂഹം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ കണ്ണുകളിൽ തെളിയുന്നത് ജീവിതത്തിൻ്റെ 1000 നിറങ്ങളാണ്. അവരുടെ ശരീരത്തിൻ്റെ ചുളിവുകളിൽ 1000 കഥകൾ ഒളിഞ്ഞിരിക്കുന്നു. അവരുടെ വാക്കുകളിൽ സത്യത്തിൻ്റെ അന്തസത്ത കുടിയിരിക്കുന്നു. നമ്മുടെ വളർച്ചയിൽ നമുക്ക് കാവലാളുകളായിരുന്ന, നമ്മെ പരിചരിച്ച, നമുക്ക് നിസ്വാർത്ഥമായ സേവനം പകർന്നു നൽകിയ ആ വയോധികർക്കാണ് ഇന്നത്തെ ഈ പരിപാടി സമർപ്പിച്ചിരിക്കുന്നത്. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് മുത്തച്ഛ. നമ്മുടെ വയോധികർ വലിയ വൃക്ഷങ്ങളെ പോലെയാണ്. അവരുടെ തണലിലാണ് നാം ആശ്വാസം കണ്ടെത്തുന്നത്. പക്ഷേ കാലം മാറുമ്പോൾ അവരുടെ ആവശ്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സർക്കാരും സമൂഹവും നമ്മുടെ വയോധികരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കാം. അതെ ലക്ഷ്മി മോളെ, ഈ പദ്ധതികളുടെ ലക്ഷ്യം വയോധികരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, അവർക്ക് കുറേ കൂടെ മാന്യവും സന്തോഷകരവുമായ ജീവിതം ഉറപ്പാക്കുക കൂടിയാണ്. വയോധികർക്ക് പരിചരണം മാത്രമല്ല ആവശ്യം. അവർക്ക് വേണ്ടത് ആദരവും സ്വയം പര്യാപ്തതയും, അതിലുപരി അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നലുമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പദ്ധതികൾ ഓരോന്നായി ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ കേൾവിക്കാർക്ക് അവയെ കുറേ കൂടെ വ്യക്തമായി മനസ്സിലാക്കാനും അവയെ പ്രയോജനപ്പെടുത്തുവാനുമാകും. നമുക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങാം. ആവശ്യത്തിന് പരിചരണം ലഭ്യമാകാത്തത് മൂലം അവഗണനയും ഏകാന്തതയും അനുഭവിക്കുന്ന വയോധികർക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനകരമാണ്. ഗവൺമെന്റ് ഇതര സന്നദ്ധ സംഘടനകൾക്ക് വൃദ്ധസദനങ്ങൾ തുടങ്ങുവാനും തുടർ പരിചരണം ലഭ്യമാകുന്ന കെയർ ഹോമുകൾ ആരംഭിക്കുവാനും മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും ഈ പദ്ധതിയിലൂടെ സഹായം നൽകുന്നുണ്ട്. വളരെ ശരിയാണ് ലക്ഷ്മി മോളെ. കൂടാതെ നമ്മുടെ വയോധികർക്ക് ഏതെങ്കിലും ഒരു ആപത്ഘട്ടം ഉണ്ടായാൽ ബന്ധപ്പെടുവാൻ എൽഡർ ഹെൽപ്പ് ലൈൻ എന്ന നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഉടനടി വേണ്ടുന്ന സഹായം ലഭിക്കും. പെൻഷൻ, നിയമസഹായം, റേഷൻ കാർഡുകൾ, ഹൗസിംഗ് സ്കീമുകൾ, ആയുഷ്മാൻ കാർഡുകൾ തുടങ്ങിയ എല്ലാ സഹായങ്ങൾക്കും ഈ നമ്പർ വിളിച്ചാൽ മതിയാകും. പ്രായമായവർക്ക് ശരിയായ പരിചരണം കൊടുക്കുവാൻ നല്ല പരിശീലനം ലഭിച്ച പ്രൊഫഷണൽസിന്റെ സഹായം വേണമെന്ന കാര്യം നാം ഓർമ്മിക്കണം. ഇതിനായി ജെറിയാട്രിക് കെയർ ഗിവേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നൊരു സംരംഭം സർക്കാർ ആരംഭിച്ച കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ശരിയായ പരിചരണം നൽകുവാൻ പ്രാപ്തിയുള്ള പ്രൊഫഷണൽസിനെ പരിശീലിപ്പിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ചെയ്യുന്നത്. ഇനി നമുക്ക് സേജ് പോർട്ടലിനെ കുറിച്ച് സംസാരിക്കാം. ഇത് മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ പരിചരണ സേവനങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും ഒരേ സ്ഥലത്തു നിന്ന് നൽകുവാനുള്ള ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ്. ഇതുവഴി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുക മാത്രമല്ല, അവരുടെ ജീവിതം കുറെ കൂടെ സൗകര്യപ്രദമാക്കി മാറ്റുവാനും സഹായിക്കും. ഉറപ്പായി അതങ്ങനെ തന്നെയാണ്. ഇതുകൂടാതെ പരിമിതമായ സാമ്പത്തിക ശേഷിയുള്ളവർക്കായി നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന പദ്ധതി വയോധികർക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. ഈ പദ്ധതി വഴി BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് വാക്കറുകൾ, വീൽ ചെയറുകൾ, ശ്രവണ സഹായികൾ തുടങ്ങി ഒട്ടേറെ സാധനങ്ങൾ തികച്ചും സൗജന്യമായി നൽകുന്നുണ്ട്. ആരോഗ്യത്തെപ്പറ്റി പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്, ആയുഷ്മാൻ ഭാരത് യോജന എന്ന പദ്ധതി മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജീവൻ രക്ഷാ സഹായിയാണ്. ഈ പദ്ധതിയിലൂടെ നമ്മുടെ വയോധികർക്ക് നേത്ര ശസ്ത്രക്രിയകളും ഏറ്റവും അത്യാവശ്യമായ മറ്റ് പല ആരോഗ്യ സേവനങ്ങളും സൗജന്യമായി നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം
മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന നിയമമാണ്. ഇത് സ്വയം പര്യാപ്തരല്ലാത്ത മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിയമമാണ്. ഇവർക്ക് മാന്യമായി ജീവിക്കുവാനും സാമ്പത്തിക സഹായം ആവശ്യപ്പെടുവാനുമുള്ള നിയമപരമായ അവകാശമുണ്ട്. ലക്ഷ്മി, വയോധികർക്കുള്ള പരിചരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരോഗ്യ പരിപാലനത്തെയും മറ്റു സൗകര്യങ്ങളെയും കുറിച്ച് മാത്രമല്ല, അവരുടെ മാനസികവും വൈകാരികവുമായ സൗഖ്യവും നമ്മൾ കണക്കിലെടുക്കണം. തീർച്ചയായും. അതുകൊണ്ട് തലമുറകൾ ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. മുതിർന്ന തലമുറയും യുവതലമുറയും തമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ വയോധികർക്ക് സന്തോഷം ലഭിക്കുക മാത്രമല്ല, യുവാക്കൾക്ക് മുതിർന്നവരിൽ നിന്ന് വലിയ അനുഭവ പാഠങ്ങളും പകർന്നു കിട്ടും. അത് ശരിയാണ്. പഠിക്കുന്നതിന് പ്രായപരിധിയില്ലല്ലോ. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പഠനത്തെയും നൈപുണ്യ വികസനത്തെയും പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ വയോധികർക്ക് കൂടുതൽ സ്വയം പര്യാപ്തരാകാൻ കഴിയും. പുതിയ കഴിവുകൾ ആർജിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ഓൺലൈൻ കോഴ്സുകൾ പഠിക്കുക, ഇതെല്ലാം അവരുടെ മാനസിക സൗഖ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഒരു വാർദ്ധക്യ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് നാം കൂടുതൽ ശ്രദ്ധ നൽകണം. നമ്മുടെ വയോധികർക്ക് സ്വതന്ത്രമായും ബുദ്ധിമുട്ടുകളില്ലാതെയും ജീവിക്കണമെങ്കിൽ സുരക്ഷിതമായ ഒരിടം അവർക്കായി ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സിൽവർ ഇക്കോണമി എന്ന് കേട്ടിട്ടുണ്ടോ ലക്ഷ്മി മോളെ? മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേകം തയ്യാറാക്കിയ വ്യവസായങ്ങളെയും സേവനങ്ങളെയും കുറിക്കുന്ന പദമാണ് സിൽവർ ഇക്കോണമി. തൊഴിൽ ചെയ്യാൻ താൽപ്പര്യമുള്ള ധാരാളം വയോധികരുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്വയം പര്യാപ്തരായി ജീവിക്കാനുള്ള അവസരമൊരുക്കുന്ന ഒരു പദ്ധതിയാണിത്. അതോടൊപ്പം സാമ്പത്തിക സാക്ഷരത വളരെ പ്രധാനമാണ്. പുതിയ പെൻഷൻ പ്ലാനുകളെയും സമ്പാദ്യ പദ്ധതികളെയും കുറിച്ച് നമ്മുടെ വയോധികരെ പഠിപ്പിച്ചാൽ അവർക്ക് സ്വന്തം സമ്പാദ്യം ഫലപ്രദമായി ഉപയോഗിക്കുവാനും അതുവഴി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും കഴിയും. മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമ്മുടെ വയോധികർക്ക് ഏകാന്തതയും അസ്വസ്ഥതകളും ഒഴിവാക്കാൻ അവരോടൊപ്പം യുവതലമുറ പ്രയോജനപ്രദമായി സമയം ചെലവഴിക്കണം. മാനസികാരോഗ്യം മാത്രമല്ല, ശാരീരിക സൗഖ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായി വ്യായാമം ചെയ്യുവാനും നടക്കുവാൻ പോകുവാനും ഒരു ആരോഗ്യപരമായ ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുവാനും നാം അവരെ പ്രേരിപ്പിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ പദ്ധതികളും മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളും നമ്മുടെ കുടുംബത്തിലെയും സമൂഹത്തിലെയും മുതിർന്നവരിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുതിർന്നവരുടെ വിവേകവും അവരുടെ അനുഗ്രഹവും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം. കാരണം അത് അമൂല്യമായ ഒരു നിധിയാണ്. വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിൻ ആധിക്യം സമ്മാനിക്കും. പോക്കാം സ്നേഹിക്കാം ആദരവാം നരയും ചുഴികളെല്ലാം നെഞ്ചിലേറ്റി കൈപിടിച്ചിടാം സഹായിച്ചിടാം വയോധികമാരിൻ അഭിമാനമല്ലോ. നമ്മുടെ വയോധികർ വലിയ വൃക്ഷങ്ങളെ പോലെയാണ്. അവരുടെ തണലിലാണ് നാം ആശ്വാസം കണ്ടെത്തുന്നത്. നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകളുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത് അവരാണ്. നീ പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി മോളെ. കാലം മാറുന്നതനുസരിച്ച്
നമുക്ക് അവരോടുള്ള ഉത്തരവാദിത്വങ്ങളും കുറെ കൂടെ ഗൗരവത്തോടെ നാം കാണണം. നമുക്ക് ഗവൺമെന്റിന്റെ നയങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ. നമുക്ക് ചില വൈകാരികമായ കഥകൾ പങ്കുവെക്കണം. നമുക്ക് പ്രചോദനമേകുന്ന ചില കഥകൾ കേൾക്കണം. നമ്മുടെ ശ്രോതാക്കളോട് അവർ എങ്ങനെയാണ് അവരുടെ വീടുകളിൽ പ്രായമായവരുമായി ഇടപെടുന്നത് എന്നും കേൾക്കണം. അത് നന്നായി ലക്ഷ്മി. പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം. നമ്മുടെ വയോധികർ അർഹിക്കുന്ന അത്രയും സമയം നാം അവരോടൊപ്പം ചെലവഴിക്കാറുണ്ടോ? ഇതേക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരൂ. നമ്മുടെ വയോധികർ നമുക്കായി എന്തൊക്കെയാണ് ചെയ്തു തന്നിട്ടുള്ളത് എന്നുകൂടി ആലോചിക്കണം. നമ്മളെ വളർത്തുവാനും ശാക്തീകരിക്കുവാനും അവരുടെ സ്വന്തം ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചവരാണ് അവർ. ഇനിയിപ്പോൾ നമ്മുടെ ഊഴമാണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ സന്തോഷം ഉറപ്പാക്കാൻ, അവരുടെ ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ സ്നേഹവും മാന്യതയുമുള്ള ഒരു ജീവിതം അവർക്ക് നൽകുവാൻ നാം ശ്രദ്ധിക്കണം. അതേ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ വയോധികരുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതോടൊപ്പം നമ്മെ പ്രചോദിപ്പിക്കുന്ന ചില കഥകൾ കേൾക്കാം. ഇതേക്കുറിച്ച് നിങ്ങളുടെ ആശയങ്ങൾ എന്താണെന്നും അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ നമുക്ക് ഈ പരിപാടിയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ വയോധികർക്ക് അവർ അർഹിക്കുന്ന ബഹുമാനം നൽകുവാൻ നമുക്ക് ഒരുമിച്ച് ചേരാം. സ്റ്റേ വിത്ത് us, സ്റ്റേ ട്യൂൺഡ്. വീണ്ടും ഒരു ദിവസം കൂടെ. കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. പ്രിയ കോളേജിൽ പോയി, രാജീവ് ഓഫീസിൽ പോയി, രാധ അവളുടെ കൂട്ടുകാരുമായിട്ട് തിരക്കിലാണ്. നമസ്തേ മുത്തശ്ശി, എങ്ങനെയുണ്ട്? നമസ്തേ മോനെ. പ്രായമായില്ലേ? മേലുവേദനയൊക്കെ ഇത്തിരി കൂടുതലാ. ചിലപ്പോഴൊക്കെ മുട്ടിലാ വേദന, ചിലപ്പോ പുറത്തും. പക്ഷേ അതിനേക്കാളൊക്കെ കടുപ്പം ഈ ഒറ്റപ്പെടലാ. മുത്തശ്ശി, ചിലപ്പോൾ ചുറ്റും ബന്ധുക്കളൊക്കെ ഉണ്ടായാലും അതിൻ്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും. കുട്ടികളൊക്കെ അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവരുടെ കുട്ടിക്കാലവും അവരുടെ ഓർമ്മകളും അവരുടെ ജീവിതത്തിലെ മൂല്യങ്ങളുമൊക്കെ ഉണ്ടായത് മുത്തശ്ശിയിലൂടെയാണെന്ന് അവരോർക്കണം. മുത്തശ്ശിയാണ് അവരുടെ യഥാർത്ഥ പ്രചോദനം. ശരിയാണ് മോനെ. എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഓരോ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഓരോ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളും ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തു. ഇന്നിപ്പോ അവരൊക്കെ വലുതായില്ലേ? അവരുടെ ജീവിതത്തിൽ എനിക്കിനി വലിയ സ്ഥാനമൊന്നുമില്ല. മുത്തശ്ശി അവരോടൊന്ന് തുറന്ന് സംസാരിക്കൂ. അവരുടെ ചെറിയ സ്നേഹപ്രകടനങ്ങൾ പോലും മുത്തശ്ശിക്ക് എത്ര വലുതാണെന്ന് ഒരുപക്ഷെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അമ്മേ, അമ്മ ശ്രദ്ധിച്ചോ? മുത്തശ്ശിക്ക് എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. നേരത്തെയൊക്കെ മുത്തശ്ശി ഒത്തിരി സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളിലും താല്പര്യവും എടുക്കുമായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് വലിയ മിണ്ടാട്ടമൊന്നുമില്ല. മോളെ, ചിലപ്പോഴൊക്കെ നമ്മൾ ഓരോരോ തിരക്കിൽപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ മറന്നുപോകും. കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ മുത്തശ്ശിക്ക് നമ്മൾ കൂടുതൽ നേരം അടുത്തു വേണമെന്ന് തോന്നുന്നുണ്ടാവും. അമ്മേ, നമ്മൾ ഒരിക്കലും മുത്തശ്ശിയോട് നേരിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല മോളെ, ഒരു പക്ഷേ അവിടെയായിരിക്കും നമുക്ക് തെറ്റിയത്. നമുക്ക് മുത്തശ്ശിയോട് ഇതേക്കുറിച്ച് സംസാരിക്കണം. പ്രിയ പറഞ്ഞത് ശരിയാ. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എത്രയെത്ര കഥകളാണെന്നോ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാ ദിവസവും എന്നെ താരാട്ടുപാടി ഉറക്കാനുണ്ടായിരുന്നത് മുത്തശ്ശിയാണ്. പിന്നെ എന്തിനാ വൈകിക്കുന്നത്? ഇന്ന് തന്നെ നമുക്കൊരു മാറ്റം ആരംഭിക്കാം. മുത്തശ്ശി, ഇന്ന് രാത്രി ഞങ്ങൾക്ക് മുത്തശ്ശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥയൊന്ന് കേൾക്കണം. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ മുത്തശ്ശി സ്ഥിരം പറയാനുള്ള ആ കഥ. കഥ മാത്രമല്ല, നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ പണ്ടത്തെ കഥകളൊക്കെ ഓരോന്നായി ഓർത്തെടുത്ത് ഞങ്ങളോട് പറയണം. അതെ, എന്തായാലും ഇനി മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ മുത്തശ്ശിയോടൊപ്പം കുറച്ചു സമയം ചെലവിടും. എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളെല്ലാവരും കേട്ടു. നിങ്ങളുടെ കൂട്ടത്തിൽ
കുറേ നേരം ഇരിക്കുക, നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ ചിരിക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇപ്പം എനിക്ക് തീരെ വേദനയില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ വയോധികർക്ക് സന്തോഷത്തോടെ ഇരിക്കുവാൻ വില കൂടിയ സമ്മാനങ്ങളോ വലിയ സുഖസൗകര്യങ്ങളോ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവർക്ക് ആകെ വേണ്ടത് നമ്മുടെ സ്നേഹവും സമയവും ആദരവുമാണ്. ഒരു കപ്പ് ചായയുമായി അവരോടൊപ്പം കുറേ നേരം ഇരിക്കുക, അവർ പറയുന്ന കഥകൾ കേൾക്കുക, അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുക. ഇത്രത്തോളം മതി അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയാൻ. അത് തന്നെ, നമുക്ക് നിസ്സാരം എന്ന് തോന്നുന്ന ഈ ചെറിയ നിമിഷങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ്. നമ്മുടെ വയോധികർ നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കാവലാളുകൾ മാത്രമല്ല, നമ്മുടെ ഭാവിയെ പ്രതിബിംബിക്കുന്ന കണ്ണാടികളാണ് അവർ. നീ പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി. പക്ഷെ ദുഃഖകരമായ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അവർക്ക് ഇത്രത്തോളം കഥകളുണ്ടെന്നും ജീവിതാനുഭവങ്ങളുണ്ടെന്നും നമ്മൾ ഇവയൊക്കെ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. പലപ്പോഴും നാം ചിന്തിക്കാറില്ലേ, കുറച്ചു നേരം കഴിഞ്ഞ് മുത്തശ്ശനോടൊപ്പം അല്ലെങ്കിൽ മുത്തശ്ശിയോടൊപ്പം കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറയണം. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്, നമുക്കറിയാം കുറച്ചു നേരം കഴിഞ്ഞ് എന്ന സമയം പിന്നീട് ഒരിക്കലും വരാറില്ല. തീർച്ചയായും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മുത്തശ്ശിക്ക് അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ പറയാൻ എന്തിഷ്ടമായിരുന്നെന്നോ. പഴയ കഥകൾ ഓർക്കുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണിലൊരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പമായിരുന്നപ്പോൾ ആ കഥകളൊക്കെ അത്ര വിശേഷപ്പെട്ടതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, അവയൊന്നും വെറും കഥകൾ മാത്രമായിരുന്നില്ല, അവ ജീവിതം എന്ന കല അഭ്യസിക്കാനുള്ള പാഠങ്ങളായിരുന്നു. ഒരു നിമിഷം അവരുടെ കഥകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിച്ചാൽ, ആ കഥകളുടെ അന്തസത്ത മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്കും ഈ തിരിച്ചറിവ് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നാം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം ഈ കഥകളിൽ ഉണ്ടാവും. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് അവർ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള മുതിർന്ന പൗരന്മാരുടെയും വയോധികരുടെയും നമ്മുടെ മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും കൂടെ കുറച്ചുനേരം ഇരുന്ന് സംസാരിച്ചുകൂടാ? അതേ സുഹൃത്തുക്കളെ, അവരുടെ സാന്നിധ്യം നമ്മെ സമ്പന്നരാക്കുക മാത്രമല്ല, സ്നേഹവും കരുതലും ആണ് ഏത് പ്രായത്തിലും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇനി ഒരു നിമിഷം പോലും വൈകിക്കൂടാ. അടുത്തതായി നമുക്ക് നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് ചില കഥകൾ കേൾക്കാം. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പേര് നവീൻ എന്നാണ്. ആ നവീൻ, അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെ പ്രായമായ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അവരുമായിട്ടൊക്കെയുള്ള ബന്ധം എന്തായിരുന്നു? എനിക്കൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മയുടെ അമ്മയായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു, വീട്ടിലാണ് അമ്മച്ചി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുറേ അവസാനം ഇപ്പം ഞാനൊരു സമയത്ത് അമ്മച്ചിക്ക് തീരെ വയ്യാതായ ഒരു സമയം ഉണ്ടായിരുന്നു അവസാനമൊക്കെ. ആ സമയത്ത് ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ജോലിയായിരുന്നു. ആ സമയത്ത് അമ്മച്ചിക്ക് തീരെ വയ്യാന്ന് കണ്ട ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അമ്മച്ചിയുടെ അടുത്ത് നിൽക്കേണ്ടി വന്നു അവസാനം. കാരണം അമ്മച്ചിക്കും അമ്മച്ചിനെ നോക്കാൻ പറ്റാത്ത, അതായത് അമ്മയ്ക്കും വലിയ ആരോഗ്യമില്ല അമ്മച്ചിനെ നോക്കാനും വേണ്ടി. അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെ നാട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നു കുറേ കാലത്തേക്ക്. അപ്പോഴത്തേക്കും അവസാനത്തെ ഒരു 6-7 മാസത്തോളം ഞാൻ അമ്മച്ചിയുടെ മുറിയിൽ അമ്മച്ചിയുടെ കൂടെയാണ് നിന്നത്. അപ്പം ഞാൻ ആ അമ്മച്ചിയോട് എല്ലാ ദിവസവും വർത്താനം പറയാം, അങ്ങനത്തെ ഒരു കാരണം ഒരു അവസാന കാലങ്ങളിലൊക്കെ. കാരണം ആ ഒരു സമയത്തൊക്കെ അമ്മച്ചി എപ്പോഴും ഒരു മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. കാരണം അവസാനം എല്ലാവരും ബിസിയായി, മക്കളെല്ലാവരും ബിസിയായി, എല്ലാവരും മാറിയപ്പോഴത്തേക്കും അമ്മച്ചി ഒരു മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സമയത്തൊക്കെ എത്തിയായിരുന്നു. ഞാൻ പതുക്കെ അമ്മച്ചിയോട് എല്ലാ സമയത്തും ഒരു എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വർത്താനം ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അമ്മച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് വർത്താനം പറയും, പഴയ കാര്യങ്ങളൊക്കെ പറയും, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിക്ക് പെട്ടെന്ന് അമ്മച്ചി മരണപ്പെട്ടു. ഞാനിപ്പോൾ തിരികെ നോക്കാൻ നേരത്ത് എനിക്ക് ആ ഒരു സമയത്ത് അമ്മച്ചിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അമ്മച്ചിയുടെ സന്തോഷമൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ നേരത്ത് ഭയങ്കര ഒരു
ആ സമയമായിരുന്നു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഒരു സമയം പോലും എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും. നവീൻ, നിങ്ങൾ ചെയ്തതൊരു വലിയ കാര്യമാണ്. പ്രായമായവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്, അവർക്ക് മാത്രമല്ല നമുക്കും. ഓരോ ഫോൺ കോളുകളും വയോധികരോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ എത്ര മനോഹരമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, എപ്പോഴാണ് അവസാനമായി നിങ്ങൾ നിങ്ങളുടെ മുത്തച്ഛനോടോ മുത്തശ്ശിയോടോ ഒപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനാവുന്നില്ലെങ്കിൽ അതൊരു സൂചനയാണ്. അവരുടെ അടുത്തേക്ക് പോകൂ, അവരോട് സംസാരിക്കൂ. അവർ സ്നേഹിക്കപ്പെടുന്നവരാണെന്ന് അവർക്ക് തോന്നലുണ്ടാക്കൂ. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് നമ്മുടെ വയോധികരുടെ വിവേകത്തെയും അനുഭവ സമ്പത്തിനെയും അവരെ സംബന്ധിക്കുന്ന മനോഹരമായ ഓർമ്മകളെയും കുറിച്ചാണ്. പക്ഷേ ജീവിതം സുവർണ നിമിഷങ്ങൾ മാത്രമല്ലല്ലോ. പ്രായത്തോടൊപ്പം മറ്റ് പല പല മാറ്റങ്ങളും സംഭവിക്കും. ശാരീരികവും വൈകാരികവുമായ മാറ്റങ്ങൾ. പലപ്പോഴും ഇത്തരം മാറ്റങ്ങളെ മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടാറുണ്ട്. അതെ മുത്തശ്ശ, വയോധികർക്ക് ശാരീരികമായ പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. മരുന്നും പോഷകാഹാരങ്ങളും വിശ്രമവും മാത്രമാണ് അവർക്ക് ആവശ്യം എന്നാണ് നമ്മൾ കരുതാറുള്ളത്. പക്ഷേ വൈകാരികവും മാനസികവുമായ സൗഖ്യം അത്രത്തോളം തന്നെ പ്രധാനമാണെന്ന് നാം എപ്പോഴെങ്കിലും മനസ്സിലാക്കാറുണ്ടോ? അത് ശരിയാണ് ലക്ഷ്മി. നമ്മുടെ വീട്ടിലുള്ള വയോധികർ മുൻപത്തെ പോലെ അത്രയും സന്തുഷ്ടരല്ല എന്ന കാര്യം മോൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ അവർ പെട്ടെന്ന് നിശബ്ദരാകും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കും. എല്ലാവരിൽ നിന്നും പെട്ടെന്ന് അകൽച്ച കാണിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. വയസ്സായതിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ തള്ളിക്കളയാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ഇത് ഏകാന്തതയുടെയോ ഉത്കണ്ഠയുടെയോ ഡിപ്രഷന്റെയോ സൂചനകളാകാം. നമ്മുടെ വയോധികർ മിക്കപ്പോഴും ഇക്കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നാം അവരോടൊപ്പം സമയം ചെലവഴിച്ചാൽ മാത്രം പോരാ, അവരുടെ വൈകാരിക സൗഖ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയും വേണം. അതെ മുത്തശ്ശ, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ഒരു വിശിഷ്ടാതിഥി ഉണ്ട്. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് വർഷങ്ങളോളം പഠനം നടത്തിയ ഒരു സൈക്കോളജിസ്റ്റ് ശ്രീമതി സംഗീത. നമസ്കാരം ശ്രീമതി സംഗീത. നമസ്കാരം. ഇന്നത്തെ ഞങ്ങളുടെ വയോമിത്രം പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ വയോധികരെ പരിചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. പ്രായമായവർ ആര് തന്നെ ആയാലും അങ്ങനെ ഒരാൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർ വീടിനൊരു ഐശ്വര്യം തന്നെയാണ്. ഈ ഐശ്വര്യത്തെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. അവർ നേരിടുന്ന ചില വെല്ലുവിളികളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രായമാകും തോറും കാഴ്ചശക്തിയും കേൾവിശക്തിയും കുറഞ്ഞു തുടങ്ങുകയും പതിയെ അത് പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ പ്രശ്നം അവരെ മാനസികമായും തളർത്തും. ഓപ്പറേഷനിലൂടെയും ഹിയറിംഗ് എയ്ഡിന്റെ സഹായത്തോടെയും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. എങ്കിലും ഹിയറിംഗ് എയ്ഡ് പലരെയും അസ്വസ്ഥമാക്കാറുണ്ട്. മക്കളാവട്ടെ സാധിക്കുന്നത് പോലെയൊക്കെ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും. എന്നാൽ അവർക്ക് നാം കൂടുതലായിട്ടും കൊടുക്കേണ്ടത് ധൈര്യമാണ്. മക്കൾ ആരെങ്കിലും കൂടെയുണ്ട് എന്ന ധൈര്യം. കാല് തട്ടി എവിടെയെങ്കിലും വീഴുമോ എന്നവർ ഭയക്കും. ഒന്ന് വിളിച്ചാൽ ഓടിയെത്താൻ മക്കളുണ്ട് എന്ന തോന്നൽ അവരെ ധൈര്യപ്പെടുത്തും. പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ കൂടെയല്ല താമസിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മാതാപിതാക്കൾ നമ്മുടെ കൂടെയല്ല താമസിക്കുന്നതെങ്കിൽ അവരെ ദിവസവും ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്ത് വിശേഷങ്ങൾ തിരക്കുകയും പറ്റുമ്പോഴൊക്കെയും ചെന്ന് സന്ദർശിക്കുകയും അവരുടെ ഒപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യണം. അവരുമായിട്ട് ചെറിയ യാത്രകൾക്ക് പോവുകയോ കുടുംബത്തെ എല്ലാവരും ഒത്തുകൂടുകയോ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിക്കുകയും അവർ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മറക്കുകയും ചെയ്യും. പ്രായമായവരെ ആക്റ്റീവായി നിലനിർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ബ്രെയിനിനെ എപ്പോഴും പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള ചില ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ കൊടുക്കുക, പ്രശ്നോത്തരി അഥവാ പസിൽസ് പൂർത്തിയാക്കാൻ കൊടുക്കുക, മൊബൈലിൽ ഗെയിംസ് കളിപ്പിക്കുക, കരകൗശല പണികൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ മേടിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കുക. ഉദാഹരണത്തിന് തയ്യൽ പോലെയുള്ള ആക്ടിവിറ്റീസ്. അതുപോലെ
താല്പര്യമുള്ള വിഷയങ്ങളിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുക. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു. ഇപ്പോൾ കേട്ട ഈ സംഭാഷണത്തിൽ നിന്നും വയോധികരെ പരിചരിക്കുക എന്ന് വെച്ചാൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുകയല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഉയരുന്ന അടുത്ത ചോദ്യം, നമ്മുടെ വയോധികർക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. പക്ഷേ അത് നിറവേറ്റണമെങ്കിൽ നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുറച്ച് സമയം അതിനായി ഒഴിഞ്ഞുവെക്കണം. നമ്മുടെ വയോധികരെ കൂടുതൽ സന്തുഷ്ടരും ആരോഗ്യവാന്മാരുമായി മാറ്റുവാൻ സഹായിക്കുന്ന ലളിതവും ഫലപ്രദവുമായ ചില ചിട്ടകൾ നാം പരിശീലിച്ചു തുടങ്ങണം. പ്രഥമവും പ്രധാനവുമായ കാര്യം ഇതാണ്: അവരോടൊപ്പം സമയം ചെലവഴിക്കുക. ദിവസം മുഴുവൻ നാം പലതരത്തിൽ തിരക്കുകളിൽ പെട്ടുപോവാറുണ്ടല്ലോ. ജോലി, പഠിത്തം, സോഷ്യൽ മീഡിയ, TV ഇവയ്ക്കൊക്കെ വേണ്ടി നാം സമയം മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ വേണ്ടി 15 മിനിറ്റ് മാറ്റിവെക്കാൻ നാം ശ്രദ്ധിക്കാറുണ്ടോ? അതാണ് മുത്തശ്ശ ശരിക്കുള്ള പ്രശ്നം. പലപ്പോഴും വിചാരിക്കും അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷേ സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മുടെ ഒരിക്കലും നിർത്താത്ത ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ അവർ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കൂടെ കളിക്കാൻ, നമുക്ക് കഥകൾ പറഞ്ഞു തരാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു. ഇനിയിപ്പോ അവരുടെ ഊഴമാണ്. അവർ നമുക്ക് നൽകിയ അത്രയും സമയം നാം അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അത് ശരിയാണ് ലക്ഷ്മി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്താം. എല്ലാ ദിവസവും 15-20 മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവർ പറയുന്ന കഥകൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ വയോധികരുടെ പക്കൽ അനുഭവങ്ങളുടെ ഒരു വലിയ നിധി തന്നെയുണ്ട്. ചിലപ്പോൾ അവർ പറയുന്നത് സാധാരണ വാക്കുകൾ പോലെ തോന്നും. പക്ഷെ അവയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വലിയ ജീവിത പാഠങ്ങൾ അതിന്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അവരുടെ കഥകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക മാത്രമല്ല പ്രധാനം, അവരുടെ അനുഭവങ്ങളും ഓർമ്മകളും നമ്മൾ കാര്യമായി എടുക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. അവരുടെ കഥകൾ കേൾക്കുക മാത്രമല്ല, അവരുടെ അനുഭവങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. സാധിക്കുമെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. നമുക്കും പ്രായമാകുമ്പോൾ ഈ ഓർമ്മകൾ എത്രത്തോളം ആശ്വാസകരമാകും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ആരോഗ്യ സംരക്ഷണം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ട കാര്യമില്ല എന്നാണ് നാം പലപ്പോഴും കരുതാറുള്ളത്. പക്ഷേ മുതിർന്നവരുടെ കാര്യത്തിൽ ആരോഗ്യ സംരക്ഷണം എന്ന് വെച്ചാൽ രോഗങ്ങൾ ചികിത്സിക്കുക എന്നത് മാത്രമല്ല, പതിവായുള്ള വൈദ്യപരിശോധനയും രോഗം വരാതിരിക്കാനുള്ള ശ്രദ്ധയും അതിന്റെ ഭാഗമാണ്. നമ്മുടെ വയോധികർ മുടങ്ങാതെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നുണ്ടോ? അവർ യഥാസമയം മരുന്ന് കഴിക്കുന്നുണ്ടോ? അതിനേക്കാൾ ഉപരി അവർ ശാരീരികമായി ആക്റ്റീവാണോ എന്നൊക്കെ നാം ഉറപ്പുവരുത്തണം. ലഘുവായുള്ള നടത്തം, യോഗ, ലളിതമായ സ്ട്രെച്ചിങ്, എക്സസൈസസ് ഇതൊക്കെ അവർക്ക് വളരെ ഗുണം ചെയ്യും. മാനസികാരോഗ്യത്തിന്റെ കാര്യം വരുമ്പോൾ അവർക്കൊരിക്കലും ഏകാന്തത അനുഭവപ്പെടാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അവരോടൊപ്പം ഇരിക്കണം, അവരോട് സംസാരിക്കണം, അവരുടെ പഴയ സുഹൃത്തുക്കളും പരിചയക്കാരുമായി ബന്ധപ്പെടുവാൻ അവരെ സഹായിക്കണം. സാധിക്കുമെങ്കിൽ എപ്പോഴും അവരെ കർമ്മനിരതരും സന്തുഷ്ടരുമായി ഇരിക്കുവാൻ പറ്റിയ ഒരു ഹോബി അവർക്കായി കണ്ടെത്തണം. പണ്ട് അവർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിനോദം തിരിച്ചുപിടിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. ഗാർഡനിങ്, സംഗീതം, വായന, പെയിന്റിംഗ് എന്തുമായിക്കൊള്ളട്ടെ, അതവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കും. സുഹൃത്തുക്കളെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് വൈകാരികമായ പിന്തുണ നൽകുക. അവർ നമുക്കൊരു ഭാരമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഒരു ഭാഗമാണ് എന്നവരോട് പറയണം. അങ്ങനെ തോന്നിപ്പിക്കാൻ നമ്മൾ വലിയ മഹത്തായ കാര്യമൊന്നും ചെയ്യേണ്ടതില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാകും. ഭക്ഷണം കഴിക്കുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് കഴിക്കുക, ആഘോഷ പരിപാടികളിൽ അവരെ കൂടെ കൂട്ടുക, പഴയ ഫോട്ടോഗ്രാഫുകൾ നോക്കി അവരുടെ ഓർമ്മകൾ പങ്കിടുക. ഇത്തരം ചെറിയ കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമുക്കും ഒരു കാര്യം മനസ്സിലാകും. അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ നമുക്കും അതുവഴി വലിയ സമ്മാനങ്ങൾ ഇങ്ങോട്ടും ലഭിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഓർമ്മകൾ ഇതൊക്കെ തന്നെയാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം.
നിങ്ങളുടെ കുടുംബത്തിലുള്ള വയോധികരുടെ അടുത്തേക്ക് ഇന്ന് തന്നെ പോകൂ. അവരുടെ കൂടെ മനസ്സ് തുറന്ന് സംസാരിക്കൂ. തമാശകൾ പറഞ്ഞ് അവരെ പൊട്ടിച്ചിരിപ്പിക്കൂ. അവരോട് ഒരുമിച്ച് മനോഹരമായ ചില നിമിഷങ്ങൾ സ്വന്തമാക്കൂ. ഇത്തരം ബന്ധങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം. ഈ സ്നേഹമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ പരിപാടിയുടെ അടിസ്ഥാന ആശയം ഇതാണ്. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനമാണ്. അവർ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം അവരാണ്. വയോധികരെ പരിചരിക്കുന്നത് അവരോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ല, അത് നമ്മുടെ കടമയാണ്. അവരോടുള്ള കരുതലും സ്നേഹവും പ്രകടമാവുന്നത് വലിയ വലിയ പ്രവൃത്തികളിലൂടെ അല്ല, മറിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ്. അവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി, അവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിക്കൊണ്ടുവരിക, അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം ഇത്തിരി നേരം ഇരുന്ന് ഓർമ്മകൾ പങ്കുവെക്കുക, ഒക്കെ മതി അവർക്ക് സന്തോഷമാവാൻ. വയോധികർക്ക് നമ്മുടെ സഹതാപമല്ല, നമ്മുടെ സാന്നിധ്യമാണ് ആവശ്യം എന്ന് നാം മനസ്സിലാക്കി. അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർത്ത് നാം അവരോട് സഹതപിക്കേണ്ട ആവശ്യമില്ല. ഒരല്പനേരം അവരോടൊപ്പം ഇരിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ അനുഭവങ്ങൾ കേൾക്കുക. അവർ പണ്ടത്തെ പോലെ ഇപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് അവരെ ധരിപ്പിക്കുക. അതാണ് ഏറ്റവും ആവശ്യം. ഈ ഒരു മനോഭാവം നമ്മുടെ കുടുംബത്തിലെ വയോധികരോട് മാത്രമല്ല നാം പുലർത്തേണ്ടത്. നമ്മുടെ അയൽവക്കത്തോ സമൂഹത്തിലോ ഉള്ള ഏതെങ്കിലും വയോധികരെ കണ്ടുമുട്ടിയാൽ ഒന്ന് പുഞ്ചിരിക്കൂ, എന്തെങ്കിലും ഒരു കുശലം ചോദിക്കൂ. ഇത്തരം ഒരു ചെറിയ കാര്യം അവരുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷമാണ് നിറയ്ക്കുന്നത് എന്ന് സങ്കല്പിച്ചു നോക്കൂ. തീർച്ചയായും ലക്ഷ്മി, വൃദ്ധരെ വന്നിക്കുന്ന വീട്ടിൽ അഭിവൃദ്ധി നിറയും എന്നൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? അത് വളരെ ശരിയാണ്. നമ്മുടെ വയോധികരുടെ അനുഗ്രഹം നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരും. സ്വന്തം വീട്ടിൽ വയോധികർ ആരുമില്ലെങ്കിൽ അയൽവക്കത്തോ ബന്ധുവീട്ടിലോ സമൂഹത്തിലെ ഉള്ള ഒരാളെ സന്ദർശിക്കുക. കാരണം പ്രായമാകുമ്പോൾ വാർദ്ധക്യത്തിന്റെ ആവശ്യകതകളോടൊപ്പം അവർ കൂടുതൽ ഒറ്റപ്പെട്ടവരായി തീരുന്നു. സുഹൃത്തുക്കളെ, ഈ സ്നേഹവും പരസ്പര ആശ്രിതത്വവും നമ്മുടെ സമൂഹത്തെ കുറെ കൂടെ നല്ലൊരിടമാക്കി മാറ്റും. നമ്മൾ നമ്മുടെ വയോധികരെ പരിചരിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്കായി ഒരു സന്ദേശം കൈമാറുകയാണ് നമ്മൾ. കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല, ഹൃദയബന്ധം കൂടിയാണ്. ഇന്നത്തെ സമയം തീരാറായി. ഒരു കാര്യം മറക്കാതിരിക്കുക, ഇത് ഒരു റേഡിയോ ഷോ മാത്രമല്ല, ഇതൊരു വികാരമാണ്. ഓരോ ദിവസവും നമ്മുടെ വയോധികർക്കായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്നുള്ള ഒരു വാഗ്ദാനമാണ്. ഇനി കാണുന്നതുവരെ നിങ്ങളെയും നിങ്ങളുടെ വയോധികരെയും പരിചരിക്കൂ. അവർക്കായി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ സുന്ദരമായി മാറുന്നത് കാണാം. സുഹൃത്തുക്കളെ, അടുത്ത എപ്പിസോഡ് വരേക്കും വണക്കം. ചുറ്റും സ്നേഹം പകരൂ, പുഞ്ചിരിക്കൂ. താങ്ക് യു. ഗുഡ് ബൈ.